രേഷ്മ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അമ്പലവയൽ അമ്പുകുത്തിയിലാണ്. വെള്ളച്ചാട്ടം എന്ന പ്രദേശത്താണ്. ഇവിടെ നിലവിലെ ഒരു സാഹചര്യം ആശങ്കയില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നമ്മോടൊപ്പം ഇപ്പോൾ വാർഡ് മെമ്പർ ചേരുന്നുണ്ട്. എന്താ നിലവിലെ സാഹചര്യം? രാവിലെ ഒരു 10:20 10:15 വലിയ ശബ്ദം, ഓങ്കാര ശബ്ദം ഈ പ്രദേശത്തെ ആൾക്കാർ കേട്ടത്. അപ്പോൾ ആ ഷാളുകൾ കേട്ട് ആ ശബ്ദം കേട്ട് ഉടൻ തന്നെ ആൾക്കാർ വീടിൻ്റെ പുറത്തിറങ്ങി. ചിലരുടെ വീടിൻ്റെ ഈ ശബ്ദം മാത്രമല്ല, ഒരു തരിപ്പ് ചിലർക്കൊക്കെ അനുഭവപ്പെട്ടു. അത് മാത്രമല്ല, ചിലരുടെ വീടിൻ്റെ ഇപ്പോൾ ഈ ചമാനിക്കുന്നൊരു ഭാഗത്തൊരു വീടിൻ്റെ ജനൽ ഇങ്ങനെ വല്ലാതെ തരിച്ചു. ഇപ്പോൾ മഞ്ഞാടി 4 സെന്റിന് കൊള്ളിൽ അബുക്ക എന്ന് പറഞ്ഞ ഒരാളുടെ വീടിൻ്റെ അടുത്തൊരു ടൈല് വീണ് പൊട്ടിയെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു തരിപ്പ് കൂടി അനുഭവപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ വലിയ പാനിക്കായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ചൂരൽമല ദുരന്തം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുക. അപ്പോൾ അങ്ങനെ ദുരന്തം നിൽക്കുമ്പോൾ ഈ ആളുകളെ ചെറിയ സൂചന പോലും ആളുകളിൽ വലിയ വിഭ്രാന്തി സൃഷ്ടിക്കും. കാരണം ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും അത് ഉരുൾപൊട്ടലാണോ, ഇനിയിപ്പോൾ ഭൂകമ്പം ആണോ എന്നൊക്കെ ആൾക്കാർ വിചാരിച്ചു. കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ജിയോളജി വകുപ്പും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂഗർഭ ജല വകുപ്പും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആളുകൾക്കൊരു സ്ഥിരമായ ഒരു 2 വർഷം മുമ്പ് ഇവിടെ ഇത്തരത്തിലൊരു ശബ്ദം കേട്ടിരുന്നു. അന്നും ആളുകൾ ഇങ്ങനെ പരിചിതരായിട്ടുണ്ട്. 2018 പ്രളയത്തിന് ശേഷം അമ്പുകുത്തി മലയുടെ ഒരു ഭാഗത്ത് ചെറിയൊരു വിള്ളലുണ്ടായി. അപ്പോൾ അതിപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ സന്ദർശിച്ചിട്ട് വരാം. അപ്പോൾ അപ്പോഴൊക്കെ ഉണ്ടാവും ഞങ്ങൾ ആളുകളെ മാറ്റി പാർപ്പിച്ച് അവിടെ ആളുകളെ അന്ന് ക്യാമ്പോടെ ഇപ്പോഴും 2 ദിവസം മുമ്പ് വരെ ക്യാമ്പായിരുന്നു. കോളനിയിലുള്ള ആൾക്കാർ ക്യാമ്പിലായിരുന്നു. അതെ, ഇന്നലെയാണ് അവരെ പിരിച്ചുവിട്ടത്. അതായത് 33 കുടുംബങ്ങളിലായി 124 ആളുകളെ ആ ക്യാമ്പിൽ പാർപ്പിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ പറയുന്നത് അന്നത്തെ പ്രളയത്തിന് ശേഷവും കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള ഈ ശബ്ദത്തിന് ശേഷവും ഒക്കെ ഞങ്ങൾ പറയുന്നത് ഇത് സംബന്ധിച്ചൊരു ശാസ്ത്രീയ പഠനം വേണം. ഇതിങ്ങനെ ആളുകളെ ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് ഇങ്ങനെ വാർത്തകൾ ഉണ്ടാവുക, അത് കഴിഞ്ഞ് എല്ലാം നിശബ്ദമായി പോകുന്ന രീതി ഉണ്ടാവരുത്. അതിന് ജിയോളജി വകുപ്പ്, ഭൂഗർഭ ജല വകുപ്പ്, പഞ്ചായത്ത്, തദ്ദേശ ഭരണ വകുപ്പ് തുടങ്ങി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനം ഇത് സംബന്ധിച്ച് നടത്തണം. ആ പഠനത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, ആൾക്കാരെ മാറ്റിക്കോട്ടെ. അതല്ലെങ്കിൽ മറ്റു പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ചൂരൽമല ഉരുൾപൊട്ടത്തിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്, ഇപ്പോൾ ജില്ലാതലത്തിൽ കിട്ടിയ റിപ്പോർട്ട് അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സൗണ്ട് ഉണ്ടായിരുന്ന പറയുന്നത്. അങ്ങനെയാണ് അത് പറയട്ടെ. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു വിശദമായ പഠനം നടത്തി ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ, എന്ത് നടപടി എടുക്കണ്ടേ അത് നിർദ്ദേശിച്ചാൽ അത് നടപ്പിലാക്കാനും ഞങ്ങൾ തയ്യാറാണ്.